ഹലോ ഗൈസ്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നല്ലോണം വൈറലായിക്കൊണ്ടിരിക്കുന്ന പഴം കൊണ്ടുള്ളൊരു വിഭവമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ വൈറലായത് കൊണ്ട് മാത്രമല്ല കേട്ടോ, ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം മുതലൊരു കൊതി തോന്നുന്നു, അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നേന്ത്രപ്പഴം കിട്ടാത്തതുകൊണ്ട് റോബസ്റ്റ പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ നെയ്യിലൊന്ന് വഴറ്റിയെടുത്തു. അതിനുശേഷം നമ്മൾ ശർക്കര ഉരുക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു ഏലക്കായ ഇട്ടിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഈ വഴറ്റിയെടുത്തിരിക്കുന്ന പഴം അതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് ഒരു പപ്പടം കൂടെ കാച്ചണം കേട്ടോ. അത് നമുക്ക് കാച്ചി വയ്ക്കാം. അപ്പോഴേക്ക് ഈ ശർക്കരയും പഴവും കൂടെ നല്ലപോലെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളതിലേക്ക് ആദ്യം ആ പഴത്തിനെയൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ആ കുറുകിയ ശർക്കര അതിൻ്റെ മേലെ തേന് പോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ കാച്ചി വെച്ചിരിക്കുന്ന പപ്പടം അതിൻ്റെ മേലെ വെച്ചിട്ട് എന്താ ചെയ്യുക, ഇതിനെ നന്നായിട്ട് കുഴച്ച് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പിടി പിടിക്കുക. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. എനിക്കിപ്പോഴും വായിൽ വെള്ളം വരുന്നു കേട്ടോ അത് കാണുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ അത് ഉണ്ടാക്കി നോക്കണം. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.